രാവിലെ മക്കൾ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം സിറ്റ് ഔട്ടിലിരിക്കും കേട്ടോ. അപ്പോൾ ആ തറവാട്ടത്തെ കുട്ടികൾ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഇളയച്ച് റെഡിയായി നിൽക്കുന്നത് അവളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വൈകുന്നേരത്തേക്ക് തിരിച്ച് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോണത്. അതിൻ്റെ ഒരു സന്തോഷം അവളുടെ മുഖത്തുണ്ട്. അവരൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ കോഴികളെ വിട്ടിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. കോഴികളെയൊക്കെ നായ്ക്കൾ പിടിച്ച് ആകെ 4 എണ്ണമായിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കി പിന്നെ നേരെ മർത്ത വാതിലും അടച്ചിട്ട് അടുക്കളയിലേക്ക് വന്നു കേട്ടോ. അടുക്കളയിലാണെങ്കിൽ ആ പാത്രങ്ങൾ വാഷ് ബേസ് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകി വയ്ക്കാനാണ് മെയിൻ പരിപാടി. പിന്നെ ഞാനത് കറിയും ഒക്കെ ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നൂൽപുട്ടൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാനതും ചട്നിയൊക്കെ നമ്മുടെ ആഡ് ബോക്സിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരും കൂടി ചെയ്തു കേട്ടോ. അടിച്ചു വാരൽ കഴിഞ്ഞിട്ട് മുറെടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയതാണ്. പിന്നെ ഞാൻ തുണികളൊക്കെ തോരയിൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ മുറത്തിനാണ് പോയതെന്ന് തന്നെ ഓർമ്മ ഉണ്ടായിരുന്നില്ല. വെയിൽ കണ്ടപ്പോൾ വേഗം തുണികൾ വെയിലത്തേക്ക് ഇട്ടു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിൽ വന്നു. ഇതാ രാവിലത്തെ കുറച്ച് ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോ പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചിട്ട് അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കുകയാണ്. മൊത്തം പാത്രമാണ് കഴുകൽ കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കുള്ളൊരു കറിയും കൂടി ഉണ്ടാക്കിയ പണി ഒരുങ്ങിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മുടെ പൊട്ടണ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ പാത്രങ്ങളൊക്കെയാണ് ആദ്യം കഴുകി വയ്ക്കുന്നത്. പാത്രം കഴുകൽ കഴിഞ്ഞപ്പോൾ ഞാനത് കയ്യോടെ അങ്ങോട്ട് എടുത്ത് വയ്ക്കും കൂടിയും ചെയ്തു. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ നിരത്തി വയ്ക്കുന്ന സമയത്താവും ചിലപ്പോൾ വിരുന്നേരം ആരെങ്കിലുമൊക്കെ കയറി വരിക. അപ്പോൾ ഞാൻ മൊത്തം വൃത്തിയാക്കി പിന്നെ ഒന്ന് അടുക്കളയിൽ നിന്ന് തുടച്ചിടും കൂടി ചെയ്തു കേട്ടോ. അപ്പോൾ ഏകദേശം പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഇനിയുള്ള പണി ചെടികൾ നനയ്ക്കണം കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് ചെടികളൊക്കെ